എക്സാമിനർ ക്ലാസ് 7 ഫാമിലി. അപ്പോൾ നമുക്ക് നാളെ ഹിന്ദി എക്സാം ആണല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആയിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വരിക എന്നുള്ള ഒരു ചെറിയൊരു സംശയത്തിലൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് റെഫർ ചെയ്യാനില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് സാറങ്ങ് മുൻകൂട്ടി പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്തോളൂ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ മാത്രമേ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, യെസ്. നമുക്ക് 6 ഗതിവിധികളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, 6 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ എഴുതുക എന്ന് പറയുന്നത് അനിവാര്യമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവരും അറ്റൻഡ് ചെയ്യണം. പിന്നെ 2 से 6 तक के गतिविधियों से किन्हीं 4 के उत्तर लिखें. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. അതായത് ആകെ നമ്മൾ 5 ആക്ടിവിറ്റിയുടെ ആൻസർ എഴുതണമെന്ന് അല്ലേ. 6 ആക്ടിവിറ്റി ഉണ്ട്, അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. ഒന്നാമത്തത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും എഴുതണം. അതുകൊണ്ട് ഒന്നാമത്തെ ആക്ടിവിറ്റി മുതൽ നമുക്ക് നോക്കിയാലോ, എന്തായിരിക്കും ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ചോദിക്കുക. യെസ്, ഗതിവിധി ഏക്ക് എന്താണ് മക്കളെ, ഖണ്ഡ് പഠിക്കർ പ്രശ്നോं के उत्तर लिखें എന്ന ചോദ്യമായിരിക്കും. നമുക്ക് പുറമേ നിന്ന് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ നിന്നും പ്രശ്ന ശബ്ദം ഉപയോഗിച്ച്, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അതായത് ക്യാ എന്ത്, കേസെ എങ്ങനെ, കോൻ ആര്, കിത്തിന എത്ര, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഉണ്ടാവുക. ആ ആക്ടിവിറ്റിയിൽ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു പാരഗ്രാഫ് തരുന്നു, അതിൽ നിന്നും 5 ചോദ്യങ്ങൾ, ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും എന്തുണ്ടാവും, 4 വീതം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ഉത്തരം എന്ത് ചെയ്താൽ മതി, എടുത്തെഴുതിയാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക്, ഒരുപാട് വർഷമായിട്ട് 7ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരാറുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കുറച്ച് മോഡൽസ് ഒക്കെ നമുക്ക് മാരത്തോണിലൂടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് കൃത്യം 7 മണിക്ക് നിങ്ങൾ എല്ലാവരും നമ്മുടെ മാരത്തോണിൽ വരിക. ഹിന്ദി എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, തകർത്ത് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ടൈപ്പ് ചോദ്യമാണ് കവിത കാ ആശയ ലിഖേം എന്ന ചോദ്യം. കവിതയുടെ ആശയം എഴുതാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. മിക്കവാറും അതെന്തായിരിക്കും, ഖുദ് സേ പ്യാർ എന്ന കവിതയുടെ ആശയമായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. നമുക്ക് 2 കവിതകളാണുള്ളത്, യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, അതുപോലെ തന്നെ ഖുദ് സേ പ്യാർ അല്ലെ. 1ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവിതയുള്ളത് അല്ലെ. അപ്പോൾ അതിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഖുദ് സേ പ്യാർ എന്ന കവിതയുടെ ആശയം എഴുതാനുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുപോലെ ഒരു ഡയറി നമുക്ക് ചോദിക്കും. അത് മിക്കവാറും ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഡയറി ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ പത്ര, ഒരു ലെറ്റർ എഴുതാനുണ്ടാവും. സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററായ സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ലെറ്റർ എഴുതാനുണ്ടാകും. പിന്നെ വാർത്താലാപ് ചോദിക്കാറുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് ടൈം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു ഡയറി ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, ഒരു വാർത്താലാപ് നിർബന്ധമായിട്ടുണ്ട്. വാർത്താലാപ് നിങ്ങൾ പേടിക്കുന്ന പോലെയൊന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണം കേട്ടോ, കോൺവെർസേഷൻ, ഡയലോഗ്. നമുക്ക് ആ ഡയലോഗ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതൊന്നും എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു വാർത്താലാപ് ഉണ്ടാവും. അതും നമുക്ക് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ പോസ്റ്റർ ചോദിക്കും. പോസ്റ്റർ ഇല്ലാതെ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. 2 ടൈപ്പ് പോസ്റ്റർ ഉണ്ട്. ഒരു സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് വെച്ച് നടക്കുന്ന പരിപാടിയുടെ പോസ്റ്ററും അല്ലെങ്കിൽ സന്ദേശവാചകങ്ങളുടെ പോസ്റ്ററും അല്ലേ. അങ്ങനെ 2 തരത്തിലുള്ളതുണ്ട്. അതിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ദൃശ്യാഭ്യാസ് എന്ന് പറയുന്ന ഒരു ചോദ്യം, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഖുദ് സേ പ്യാർ എന്ന കവിത നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ദൃശ്യാഭ്യാസം നടത്താണ്, അതായത് അവതരിപ്പിക്കുകയാണ്, പാട്ട് പാടുകയാണ്. ഹിന്ദി ദിവസവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഖുദ് സേ പ്യാർ എന്ന കവിത ആലപിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന ചോദ്യം, അതാണ് ഈ ദൃശ്യാഭ്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ ലേഖനം ചോദിക്കാം. നമുക്ക് കിസാൻ എന്ന വിഷയമോ അല്ലെങ്കിൽ പേട് എന്ന വിഷയമോ ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, ലേഖനം ചോദിക്കുക. ഏറ്റവും അവസാനം സമാനാർത്ഥി ശബ്ദം എഴുതാനുണ്ടാവും. ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ, മറ്റു വാക്കുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ദറക്ത് എന്ന് പഠിച്ചിരുന്നു അല്ലെ. ഖുദ് സേ പ്യാർ എന്ന കവിതയിൽ നമ്മൾ ദറക്ത് എന്ന വാക്ക് പഠിച്ചു. അതിന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള വാക്ക് ഏതായിരുന്നു, പേട് എന്നായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് പേടെന്ന് തരും.
പേട് എന്ന വാക്കിന് പകരം കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ എല്ലാവരും ചാടിക്കേറി എഴുതിക്കോണം എന്താണ് ദറക്ത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ലൈവ്, ഇന്നത്തെ മാരത്തോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ മാരത്തോണിലൂടെയും അതുപോലെ നാളെ രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലാസ് 7 ഹിന്ദി മാരത്തോൺ ഇന്ന് കൃത്യം വൈകുന്നേരം 7 മണിക്ക് എല്ലാവരും ഉണ്ടാവില്ലേ? നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് ബൂസ്റ്ററും കൂടി അടിപൊളിയായിട്ട് പങ്കെടുത്ത് ഹിന്ദി എക്സാം എന്ത് ചെയ്യാം, വളരെ ഈസി ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവിൽ കാത്തു നിൽക്കും.